ഇപ്രാവശ്യം കെ ടി ജലീൽ ജയിക്കൂല. ഈ പ്രാവശ്യം ഒരിക്കലും ജയിക്കൂല കെ ടി ജലീൽ. ഞങ്ങള് മംഗലം പഞ്ചായത്തിൽ നിന്ന് 7 ആള് തിരുവനന്തപുരത്ത് പോയിട്ട് ഞങ്ങളോട് ചെല്ലാൻ പറഞ്ഞിട്ട് ഈ ജലീൽ ഞങ്ങൾ അവിടെ പോയിട്ട് ഒന്ന് തിരിച്ചു നോക്കിയിട്ടില്ല. അങ്ങനെ ഈ പാലം പുഴയും കൂടെ ഒന്നാവണ ഒരു സംഭവം ഉണ്ട്. ആരാണ് ഈ ജലീലിനെ ജയിപ്പിക്കുക? അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ മംഗലം ജയിക്കണം. നല്ലൊരു ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിപ്പിക്കുന്ന തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അങ്ങനെ മുസ്ലിം ലീഗിനെതിരെ പൊരുതി നിൽക്കുന്ന ഒരാളാണെങ്കിൽ മുസ്ലിം ലീഗിനെതിരെയല്ല അദ്ദേഹം മത്സരിക്കേണ്ടത്. മാത്രമല്ല അദ്ദേഹം വളാഞ്ചേരി സ്വദേശിയാണ്. എനിക്ക് തോന്നുന്നു വളാഞ്ചേരി കോട്ടക്കൽ നിയമസഭാ മണ്ഡലത്തിൽപ്പെട്ടതാണ്. അത് തിരൂരാണോ എനിക്ക് സംശയമുണ്ട്. എന്തായാലും ഇവിടെ ഒന്നും വന്ന് മത്സരിക്കാതെ സ്ഥിരമായി തവനൂരിലാണ് കെ ടി ജലീൽ മത്സരിക്കുന്നത്. അതായത് മുസ്ലിം ലീഗ് താരതമ്യേന മത്സരിക്കാത്ത ഒരിടത്താണ് കെ ടി ജലീൽ പതിവായി മത്സരിക്കുന്നതും വിജയിക്കുന്നതും. എന്നിട്ടാണ് പറയുന്നത് മുസ്ലിം ലീഗിന്റെ കോട്ടയിൽ നിന്നാണ് ഞാൻ വരുന്നത് എന്നൊക്കെ. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകളാണ് ലോകത്താകമാനമുള്ള മലയാളികൾക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കോട്ടകൾ എന്ന് പറയപ്പെടുന്ന മണ്ഡലങ്ങൾ പോലും ഇത്തവണ ആ കോട്ടകൾ തകർത്ത് പുതിയ ചരിത്രങ്ങൾ പലരും രചിക്കുമെന്നാണ് ഇതിനോടകം തന്നെ പല സർവേകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. പല പാർട്ടിയുടെയും കോട്ടകൾ ഇതിനോടകം തന്നെ വിള്ളൽ സംഭവിച്ചു കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. കേരളത്തിലെ ഇലക്ഷൻ പലതും അൺപ്രഡിക്റ്റബിൾ ആണ്. നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല പല മണ്ഡലങ്ങളുടെയും റിസൾട്ടുകൾ. അതിൽ പാർട്ടി കോട്ടകൾ വരെയുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അത്തരം ഒരു അവസരത്തിലാണ് നമ്മൾ മലപ്പുറം ജില്ലയിലെ ഒരു റിസൾട്ട് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം മലപ്പുറം ജില്ലയിലെ ആരാണ് ജയിക്കുക എന്ന് നമുക്കറിയാം. അതിനെതിരെ ആര് വന്നാലും അവർ പരാജയപ്പെടുമെന്ന് നമുക്കറിയാം. അത്തരത്തിൽ 16 മണ്ഡലങ്ങളുള്ള മലപ്പുറത്ത് 12 എണ്ണത്തിലും മുസ്ലിം ലീഗാണ് മത്സരിക്കുന്നത്. ആ 12 മണ്ഡലങ്ങളിലും മുസ്ലിം ലീഗിനെ തൊടാൻ പോലും എതിർ പാർട്ടിക്കാർക്ക് കഴിയില്ല എന്ന് ആ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിന് പോലും അറിയാമെന്നുള്ളതാണ് ഒരു വാസ്തവം. അങ്ങനെ ഇരിക്കുകയാണ് ഇതേ മലപ്പുറം ജില്ലയിൽ 4 മണ്ഡലങ്ങളുണ്ട്. നിലമ്പൂർ, വണ്ടൂർ, പൊന്നാനി, തവനൂർ. ഈ 4 മണ്ഡലങ്ങളും ഏകദേശം അൺപ്രഡിക്റ്റബിൾ ആണ്. അതിൽ തന്നെ നിലമ്പൂരും വണ്ടൂരും ഇതിനോടകം തന്നെ കോൺഗ്രസിന്റെ കോട്ടയായി കഴിഞ്ഞിട്ടുണ്ട്. അവിടെ കാര്യമായിട്ടുള്ള വിള്ളലുകളൊന്നും ഉണ്ടാവില്ല എന്നും ആ കോട്ട ഭദ്രമായി സംരക്ഷിക്കപ്പെടും എന്ന് തന്നെയാണ് നിലവിൽ പുറത്തു വന്ന പല സർവേകളും പറയപ്പെടുന്നത്. പിന്നെയുള്ള 2 മണ്ഡലങ്ങളാണ് പൊന്നാനിയും തവനൂരും. ഇതിൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് തവനൂരിലെ റിസൾട്ടാണ്. തവനൂരിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. മുൻ മന്ത്രി കെ ടി ജലീലാണ് തവനൂരിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. അദ്ദേഹത്തിന്റെ 3ാം ഊഴമാണ് തവനൂരിൽ. എന്താണ് തവനൂരിൽ സംഭവിക്കുക? മലപ്പുറം സുൽത്താനാണെന്ന് സ്വയം നടത്തുന്ന കെ ടി ജലീൽ സുൽത്താന്റെ കോട്ട കാക്കാൻ സുൽത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത്. നിർഭാഗ്യം എന്ന് പറയട്ടെ, പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം സുൽത്താന്റെ കോട്ട തകർന്നടിഞ്ഞ് VS ജോയി തവനൂരിൽ വിജയിച്ച് മലപ്പുറത്തിന്റെ പുതിയ സുൽത്താനാവും എന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് വിശദമായി പരിശോധിക്കാം. തവനൂർ മണ്ഡലത്തിൽ ഇപ്രാവശ്യം രാഷ്ട്രീയ മാറ്റത്തിന്റെ ശക്തമായ സൂചനകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ വിലയിരുത്തുന്നത്. അതിന്റെ പ്രധാനമായിട്ട് ഇവർ പറയുന്നത് മണ്ഡലത്തിൽ വലിയ രീതിയിലുള്ള പോളിംഗ് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ്. കേരളത്തിലുടനീളം ഉണ്ടായിട്ടുണ്ട്, നമുക്കെല്ലാം അറിയാം. അതിന്റെ ഒരു എഫക്ട് തവനൂരിലും സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് CPMന്റെ ശക്തി കേന്ദ്രമായ എടപ്പാൾ പഞ്ചായത്തിൽ വളരെ വലിയ രീതിയിലുള്ള വോട്ട് വർധനവ് ഇത്തവണ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഈ പ്രവണതയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് മണ്ഡലത്തിലെ ആകെ രാഷ്ട്രീയം വലിയ മാറ്റത്തിനാണ് തയ്യാറെടുക്കുന്നത് എന്ന് പല നിരീക്ഷകരും വിലയിരുത്തുന്നത്. പുറത്തു വന്ന ചില റിപ്പോർട്ടുകൾ പ്രകാരം ഈ മണ്ഡലത്തിൽ നിന്ന് VS ജോയി എന്ന കാൻഡിഡേറ്റ് കെ ടി ജലീൽ എന്ന മുൻ മന്ത്രിയെ ഏതാണ്ട് 6000 മുതൽ 7000 വോട്ടുകൾക്ക് വരെ തോൽപ്പിച്ച് തവനൂർ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന്റെ ആധിപത്യം അവസാനിപ്പിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതിന് പ്രധാന കാരണമായിട്ട് പറയുന്നത് നിലവിൽ തവനൂർ മണ്ഡലത്തിലെ MLA ആയ കെ ടി ജലീലിനെതിരെ ശക്തമായ ജനവികാരം ഉണ്ട് എന്നതാണ്. തവനൂർ മണ്ഡലത്തിൽ നിരവധി പ്രശ്നങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കുടിവെള്ളം, റോഡ്. ഇത്തരം അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവുകളിലൊന്നും ശ്രദ്ധിക്കാതെ ജനങ്ങളുടെ ആവലാതികൾ കേൾക്കാൻ തയ്യാറാകാതെ തവനൂർ മണ്ഡലത്തിലെ വികസനത്തിന് ഊന്നൽ നൽകുന്നതിന് പകരം സംസ്ഥാന രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിവാദമുണ്ടെങ്കിൽ അതിനെ ഏറ്റുപിടിക്കുകയും അതിൽ അഭിപ്രായം പറയാനുമാണ് MLAക്ക് സമയമുള്ളത് എന്നാണ് മണ്ഡലത്തിലെ മിക്കവാറും ആളുകളുടെ പ്രതികരണം. ഈ പ്രതികരണം പറയുന്നവർ CPIM-കാർ പോലും ഉണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. അത് പലപ്പോഴും എനിക്കും തോന്നിയിട്ടുണ്ട്. മുസ്ലിം ലീഗുമായി എന്തെങ്കിലും ഒരു വിമർശനം, വിവാദങ്ങളൊക്കെ വരുമ്പോൾ ഇതിൽ കയറി ആദ്യത്തെ ഒരു അഭിപ്രായം പറയുക, മിക്കവാറും വിമർശിച്ചിട്ട് അഭിപ്രായം പറയുക കെ ടി ജലീലായിരിക്കും. അദ്ദേഹം മുൻകാലത്ത് മുസ്ലിം ലീഗിന്റെ ഭാഗമായിരുന്നു. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഒരു ആധികാരിക സ്വഭാവത്തോടെ മുസ്ലിം ലീഗിനെ വിമർശിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഈ വിമർശിക്കുന്ന കാര്യത്തിൽ മാത്രമാണ് നമ്മൾ കാണുന്നത്.
മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം മണ്ഡലത്തിൽ അദ്ദേഹം വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നാണ് ആ മണ്ഡലവുമായി ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ജനങ്ങളെ കെ.ടി. ജലീലിനെ പറ്റിയിട്ട് ഒരാൾക്കും നമ്മുടെ ഈ 7 പഞ്ചായത്തില് ഒരാൾക്കും ഒരു നല്ല അഭിപ്രായം സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് പറയാണ്ടാവും. കുടിവെള്ളമൊക്കെ ഏത് കല്യാണപ്പേരയിലും പോകും, ഏത് മരിച്ചോടത്തും പോകും. അതുകൊണ്ടൊന്നും ഒരു എം.എൽ.എ ആവില്ല. ഈ ഒരു വാഗ്ദാനം പറഞ്ഞത് ഒന്നും പാലിക്കാൻ പറ്റാത്ത ഒരു എം.എൽ.എ ഉണ്ടെങ്കിൽ കെ.ടി. ജലീൽ മാത്രമേ ഉള്ളൂ. കുടിവെള്ളം എത്തുന്നില്ല. കുടിവെള്ളം എത്താൻ കുടിവെള്ളത്തിനൊരു കിണർ പോലും ഉള്ള സ്ഥലം എടുത്തിട്ട് തന്നെ അല്ലാതെ ഒരു പണി അവിടെ ചെയ്തിട്ടില്ല. പൈപ്പ് കൊടുത്തിട്ട് പൈപ്പൊക്കെ വാർഡിൽ എല്ലായിടത്തും വെച്ച് പൈപ്പൊക്കെ വെച്ചതുകൊണ്ട് കുടിവെള്ളം വരില്ല. അത് ചെയ്യേണ്ടത് മുഴുവൻ പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ ഈ കുടിവെള്ളം മുറ്റത്തേക്ക് എത്തുള്ളൂ. അത് അതിന്റെ വട്ട് തൊട്ടിട്ട് പോലും ഈ കെ.ടി. ജലീൽ എപ്രാവശ്യം കെ.ടി. ജലീൽ ജയിക്കൂല. ഈ പ്രാവശ്യം ഒരിക്കലും ജയിക്കൂല കെ.ടി. ജലീൽ. എല്ലാരും ചോദിക്കണം. മഴ പെയ്താൽ അറിയാം, മംഗലം കൂട്ടായി 2 തീരം ഇന്നത്തുകൂടെ ഒരു പാലം പോകുന്നുണ്ട്. പാലം പൊളിഞ്ഞു പോയിട്ട് കഴിഞ്ഞ ഭരണസമിതിയിൽ ഞങ്ങള് മംഗലം പഞ്ചായത്തിൽ നിന്ന് 7 ആള് തിരുവനന്തപുരത്ത് പോയി ഞങ്ങളോട് ചെല്ലാൻ പറഞ്ഞിട്ട് ഈ ജലീൽ ഞങ്ങൾ അവിടെ പോയിട്ടൊന്ന് തിരിച്ചു നോക്കിയിട്ടില്ല. അങ്ങനെ ഈ പാലം പുഴയും കൂടെ ഒന്നാവണ ഒരു സംഭവം ഉണ്ട്. ആരാണ് ഈ ജലീലിനെ ജയിപ്പിക്കുക? അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ മംഗലം ജയിക്കണം, നല്ലൊരു ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിപ്പിക്കുന്നു തന്നെയാണ് ഞാൻ പറയുന്നത്. അതേസമയം PS ജോയി എന്ന UDF സ്ഥാനാർത്ഥി ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. PS ജോയിയെ സംബന്ധിച്ചിടത്തോളം മലപ്പുറത്തെ എല്ലാ വിഭാഗം ജനങ്ങളുടെ കൂടെയും അവരുടെ പൊതുപരിപാടികളിലും എല്ലാ ചടങ്ങുകളിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. കൂടാതെ നിലവിൽ മലപ്പുറം DDC പ്രസിഡന്റ് ജോയിയാണ്. അങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളുടെ ഒപ്പം എല്ലാ സമയത്തും ഉണ്ടാകുന്ന VS ജോയി ഇതിനോടകം തന്നെ ജനങ്ങൾക്ക്, മലപ്പുറത്തെ ജനങ്ങൾക്ക്, ജില്ലയിലൊട്ടാകെയുള്ള ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവനായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇത്തരമൊരു ഫേമിൽ നിൽക്കുമ്പോഴാണ് VS ജോയിക്ക് തവനൂരിൽ മത്സരിക്കാനുള്ള ഒരു അവസരം വരുന്നത്. വളരെ കുറഞ്ഞ ദിവസത്തെ പ്രചരണത്തിനുള്ളിൽ തന്നെ തവനൂരിലെ ജനങ്ങളുടെ ഹൃദയം കീഴടക്കാൻ VS ജോയിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. തവനൂരിലെ മണ്ഡലത്തിലെ ഓരോ പ്രശ്നങ്ങളും മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും നടപടി സ്വീകരിക്കാനും അദ്ദേഹം തയ്യാറായി എന്നുള്ളത് ജനങ്ങളിൽ അദ്ദേഹത്തിനുള്ള സ്നേഹവും വിശ്വാസവും വർദ്ധിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വിശ്വാസമാണ് VS ജോയിക്ക് ഇവിടെ വോട്ടായി മാറാൻ പോകുന്നത്. VS ജോയ് നേടിയെടുത്ത ഈ വിശ്വാസം തന്നെയാണ് കെ.ടി. ജലീൽ തോൽക്കാൻ പോകുന്ന ഒരു കാരണവും. കെ.ടി. ജലീൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിച്ചാണ് താൻ തന്റെ നിയമസഭാ ജീവിതം ആരംഭിച്ചത് എന്നുള്ള തലത്തിലേക്ക്. അതൊക്കെ പഴയ കഥയാണ്. നിലവിലെ സാഹചര്യത്തിൽ അവനൂരിൽ മത്സരിക്കുന്ന കെ.ടി. ജലീൽ, കോട്ടക്കൽ മണ്ഡലംകാരനായ കെ.ടി. ജലീൽ എന്തുകൊണ്ടാണ് കോട്ടക്കലിൽ വന്ന് മത്സരിക്കാത്തത് എന്നുള്ള ശക്തമായിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. അങ്ങനെ മുസ്ലിം ലീഗിനെതിരെ പൊരുതി നിൽക്കുന്ന ഒരാളാണെങ്കിൽ മുസ്ലിം ലീഗിനെതിരെയല്ല അദ്ദേഹം മത്സരിക്കേണ്ടത്. മാത്രമല്ല അദ്ദേഹം വളാഞ്ചേരി സ്വദേശിയാണ്. എനിക്ക് തോന്നുന്നു വളാഞ്ചേരി കോട്ടക്കൽ നിയമസഭാ മണ്ഡലത്തിൽപ്പെട്ടതാണ്. അത് തിരൂരാണോ എനിക്ക് സംശയമുണ്ട്. എന്തായാലും ഇവിടെ ഒന്നും വന്ന് മത്സരിക്കാതെ സ്ഥിരമായി തവനൂരിലാണ് കെ.ടി. ജലീൽ മത്സരിക്കുന്നത്. അതായത് മുസ്ലിം ലീഗ് താരതമ്യേന മത്സരിക്കാത്ത ഒരിടത്താണ് കെ.ടി. ജലീൽ പതിവായി മത്സരിക്കുന്നതും വിജയിക്കുന്നതും. എന്നിട്ടാണ് പറയുന്നത് മുസ്ലിം ലീഗിന്റെ കോട്ടയിൽ നിന്നാണ് ഞാൻ വരുന്നത് എന്നൊക്കെ. സത്യത്തിൽ VS ജോയിയെ പോലെ ഒരു ശക്തനായ എതിരാളി ഉണ്ടെങ്കിൽ കെ.ടി. ജലീൽ തവനൂരിൽ പോലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം ഈ തെരഞ്ഞെടുപ്പിൽ മെയ് 4 തീയതി നമുക്ക് കാണാനും സാധിക്കും. കെ.ടി. ജലീൽ എത്രത്തോളം അപ്രസക്തനും ജനങ്ങൾക്കിടയിൽ സ്വാധീനമില്ലാത്ത ആളുമാണെന്ന് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടോടെ മനസ്സിലാക്കാം. എല്ലാം കൂടി ചേർത്ത് പറഞ്ഞാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും, അതായത് തവനൂർ മണ്ഡലത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ജനങ്ങളുടെ മനസ്സിന്റെ പ്രവണതകളും നമ്മൾ വിലയിരുത്തി നോക്കുമ്പോൾ തവനൂർ മണ്ഡലത്തിൽ ഇത്തവണ വലിയ മാറ്റത്തിന് തന്നെയാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത്. ആ സാധ്യത VS ജോയി എന്ന ശക്തനായ രാഷ്ട്രീയക്കാരനെ പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് തവനൂരിൽ നിന്ന് തന്നെ ആരംഭിക്കുമെന്ന് തന്നെയാണ്. നിലമ്പൂർ പോലെ വണ്ടൂർ പോലെ കോൺഗ്രസിന്റെ തകർക്കാൻ പറ്റാത്ത ഒരു കോട്ടയായി ജനങ്ങളെ സേവിച്ചുകൊണ്ട് ജനങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു പാർട്ടിയായി UDF രാഷ്ട്രീയം തവനൂരിൽ ശക്തി പ്രാപിക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വേഗം തന്നെ കാണാമെന്ന് പ്രതീക്ഷയോടെ വിട പറയുന്നു.